അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലെ സോഹർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. രാത്രി ഇവിടെ എത്തിയോണ്ട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ എണീറ്റ് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലായിരുന്നു. കുറേ വില്ലകളും റോഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ 2-3 ദിവസത്തെ ട്രിപ്പ് പ്ലാനിങ് ഒക്കെ ആയിട്ട് വന്നതാണ്. ഞാൻ ഒമാനിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് വിളിച്ചു പോവുകയാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഉള്ള ആവേശം എല്ലാം സ്ഥലം കണ്ടപ്പോഴത്തേക്കും പോയി. പിന്നെ അവിടെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് 2 പിള്ളേരെ കിട്ടി. പിന്നെ അവരോട് കുറച്ച് നേരം കളിച്ച്. പക്ഷേ ഇപ്പോഴും വിസ കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ട്രാവൽസിൽ വിളിക്കുന്നുണ്ട്, വിസ എന്തായി ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയും ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ അവസാനം. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പം ചുമ്മാ നടക്കാൻ ഇറങ്ങി. പിന്നെ റൂമിൽ വന്ന് സിനിമ എല്ലാവരും കൂടി കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് രാത്രി. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി രാത്രി ഫുഡ് കഴിക്കാനൊക്കെ പുറത്തേക്ക് പോയി. 2ാമത്തെ ദിവസമായതിനും എനർജി എല്ലാം പോയിട്ട് ആകെ എങ്ങനെയും വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയായി. ഇതിപ്പോൾ 3ാമത്തെ ദിവസമായി. 3ാമത്തെ ദിവസമായില്ല. രാവിലെ എണീറ്റപ്പോൾ തന്നെ അവർക്ക് മെസ്സേജ് അയച്ചു, എന്തായി അവർ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരും പോയി. അങ്ങനെ പിന്നെ ചായയും കുടിച്ച് സൂര്യനോട് കഥയും പറഞ്ഞ് അവിടെ ഇങ്ങനെ നിന്ന്. അപ്പോഴും വീട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ ഞാനിവിടെ ഇങ്ങനെ കറങ്ങി നടന്ന്. അപ്പോഴത്തേക്കും ഫോണിൽ മെസ്സേജ് വന്നു, വിസ വന്നെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ റൂമിലോട്ട് ഓടി. എനിക്ക് ഡിന്നറും ലഞ്ചും ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ലഞ്ച് ഞാൻ ഇന്നലെ കഴിച്ചു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കയറി. വേറെ ഒന്നും ഇല്ലായിരുന്നു, ഇതേ ഉള്ളായിരുന്നു. ചിക്കൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് ചിക്കൻ കിട്ടിയില്ല. അവർ പറഞ്ഞ് പാക്കേജിൽ ചിക്കൻ ഇല്ല, സാമ്പാറോ കടലക്കറിയോ തരാമെന്ന്. കൂട്ടത്തിൽ ബെറ്റർ കടലക്കറിയാണല്ലോ. എൻ്റെ കടലക്കറി എടുത്തുകൊണ്ട് ഞാനിങ്ങ് പോയി. പിന്നെ 1:30 ആയപ്പോൾ ബസ് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ 1:30 ആയപ്പോൾ ഇറങ്ങി നിൽക്കുക. പക്ഷെ ബസ് വന്നില്ല. അബുദാബിയിലോട്ട് പോകാനുള്ള ബസ് ആദ്യം വന്നത്, ഞങ്ങളുടെ ബസ് വന്നില്ല. അങ്ങനെ 1:45, 2 മണി, 2:30 വരെ ഞങ്ങളവിടെ അങ്ങനെ കുത്തിയിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി സീറ്റ് പിടിച്ച് ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ താമസിച്ചത്. പിന്നെ അവിടുന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ബോർഡറിൽ നിന്ന് ഇറങ്ങി പിന്നെയും ഹത്തയിലേക്ക് തന്നെ എത്തി. അവിടെ വന്നൊരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് വണ്ടിയൊക്കെ നിർത്തി. പിന്നെ ഒരു 9-9:30 ആയപ്പോഴത്തേനും യൂണിയനിലെത്തി. പിന്നെ അവിടുന്ന് നേരെ ബസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഉമ്മൽക്കോയിലോട്ട് പോകാൻ ബസ്സുണ്ടോ നോക്കി. അങ്ങനെ ബസ് കിട്ടി. 9-10:30 ബസ്സുണ്ടായിരുന്നു. പിന്നെ ആ ബസ്സിൽ കയറി നേരെ വീട്ടിൽ വന്നു. പിന്നെ ഉമ്മൽക്കോയിൽ വിളിക്കാൻ വന്നു. അങ്ങനെ നേരെ 2-2.5 ദിവസത്തെ വലിയൊരു യാത്രയും കഴിഞ്ഞിട്ട് തിരിച്ചെത്തി.